സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പാപത്തെ ദൈവത്തോട് അറിയിക്കാതെ ഇരുന്നപ്പോൾ, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ എന്നാണ് പറയുന്നത്. പക്ഷെ മിണ്ടാതെ ഇരുന്നപ്പോഴല്ല, ഞാൻ എൻ്റെ പാപത്തെ ദൈവത്തോട് അറിയിക്കാതിരുന്നപ്പോൾ അതെൻ്റെ ശരീരത്തെ ആകെ കാർന്നു തിന്നുന്ന, എൻ്റെ അസ്ഥിയിൽ വേദനയായി തീരുന്ന ഒരു സ്റ്റേജ്. പക്ഷേ ഞാൻ എൻ്റെ പാപത്തെ കർത്താവിനെ അറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ പാപം എനിക്ക് ക്ഷമിച്ചു തന്നു. എനിക്ക് റെസ്റ്റ് ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ ഒരവസ്ഥ വിശ്വാസിക്കല്ല അവിശ്വാസിക്കല്ല ആർക്ക് അവന്റെ മനസ്സിലോ ചിന്തയിലോ ജീവിതത്തിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇഫ് ഹി സിൻസിയർ ഹി ലൂസസ് ഹിസ് റെസ്റ്റ്. അവന്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്. എന്നാൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന ഓരോ വ്യക്തിയും റെസ്റ്റ് അനുഭവിക്കുകയാണ്. അത്രയും വലിയ റെസ്റ്റ് ലോകത്തിൽ വേറെ ഒന്നുമില്ല. ഒരു പാപം മോചിക്കപ്പെട്ടവന്റെ സന്തോഷം, അവന്റെ ആശ്വാസം, അവന്റെ കംഫർട്ട് ലോകത്തിൽ ഒരു വ്യക്തിക്കുമില്ല. അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, വി ഡു നോട്ട് ഹാവ് എനി റിഗ്രറ്റ് അബൌട്ട് അവർ പാസ്റ്റ് ബിക്കോസ് അവർ സിൻസ് ആർ ഫോർഗിവൻ. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഒരു റിഗ്രറ്റ് നമുക്ക് ബാക്കിയില്ല. എന്തുകൊണ്ടാണ്? ദെയർ ഈസ് ഓൺലി വൺ റീസൺ. എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരുന്നില്ല എങ്കിൽ ഞാൻ എത്ര റിലീജിയസ് ആണെന്ന് പറഞ്ഞാലും, എത്ര ഓശാന പാടിയെന്ന് പറഞ്ഞാലും, എത്ര നൊയമ്പ് വീടിയെന്ന് പറഞ്ഞാലും എനിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. എൻ്റെ പാപമോചനത്തിൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ അതെപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ബാക്കി കിടക്കുകയാണ്. എൻ്റെ റെസ്റ്റ് നഷ്ടപ്പെടുകയാണ്. വിശ്വാസത്തിൽ ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇഫ് യു ഫെയിൽ ടു ഒബേ ഗാഡ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ട് ആത്മാവിൽ വളരുന്തോറും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ലിസ്റ്റിൽപ്പെട്ട പാപമൊന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കർത്താവ് ഒരിടത്തുനിന്ന് എണീറ്റ് പോടാന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ അവൻ അൺറെസ്റ്റ് ഉണ്ടാകും. വേറെ ഒന്നും വേണ്ട. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇത്രയും മതി, നിർത്ത് എന്നൊക്കെ കർത്താവ് പറയും കേട്ടോ. പക്ഷെ നമ്മൾ കേൾക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഇത്രയും മതി, നിർത്ത് എന്ന് പറയുമ്പോൾ ഇട്ടേച്ച് പോയില്ലെങ്കിൽ പിന്നെ നമുക്കുണ്ടാകുന്ന എന്താണ്? അൺറെസ്റ്റ് ആണ്. അൺറെസ്റ്റ്. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ തകർച്ച സൂക്ഷിക്കുന്നവന്, കരച്ചിൽ സൂക്ഷിക്കുന്നവന് അവൻ എന്തുണ്ടാകും? ഹി ഷാൽ ബി കംഫർട്ടഡ്. അവൻ റെസ്റ്റ് ഉണ്ടാകും. അത് തന്നെ ദൈവം രാജാവാകുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ റെസ്റ്റ്. എപ്പോഴാണ് നമുക്ക് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന അറിയാമോ? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിഫറൻ്റ് ആണ്. വെൻ വി നീഡ് ടു ടേക്ക് എ ഡിസിഷൻ. നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴാണ്. ആം ഐ റൈറ്റ്? നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി തീരുമാനം എടുക്കുമ്പോഴാണ് നമ്മൾ മേലധികാരിയാകുന്നത്. മേലധികാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഒരു ഓഫീസിന്റെ മാനേജർ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മാനേജർ, അയാളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അയാൾക്ക് തീരുമാനം എടുക്കണം. ഏറ്റവും സുഖമുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും സുഖമുള്ള പരിപാടി അനുസരിക്കുക എന്ന് പറയുന്നതാണ്. ഏറ്റവും വിഷമമുള്ള പരിപാടി അനുസരിപ്പിക്കുക എന്നോ അല്ലെങ്കിൽ കമാൻഡ് കൊടുക്കുക എന്ന് പറയുന്നതാണ്. പക്ഷെ നമുക്ക് എന്തോ ഈ മനുഷ്യന്റെ മനസ്സിൽ പിശാച് കിടക്കുന്നത് കൊണ്ട് എപ്പോഴും അനുസരിപ്പിക്കാനാണ് മനുഷ്യന്റെ ആഗ്രഹം, അല്ലാതെ അനുസരിക്കാനല്ല. എന്തോ ഒരു സുഖമാണെന്നറിയാമോ? എല്ലാവരും പറയുന്നത് കേട്ടോണ്ട് ജീവിക്കുക എന്ന് പറയുന്ന അത്രയും സുഖം ലോകത്തിൽ വേറെ ഒന്നുമില്ല. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ വി ആർ ഫ്രീ. ഞാൻ യേശുവിനെ രാജാവാക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഫ്രീഡത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഇപ്പൊ എനിക്ക് തീരുമാനമെടുക്കേണ്ട യാതൊരു ഗതികേടും ഇല്ല. എന്തോ ഐ ആം നോട്ട് ദ കിങ്. എന്ത് കാര്യം വരുമ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നതേ ഉള്ളൂ? ഐ എം ജസ്റ്റ് ഒബേയിങ്. അതാണ് ഈ ഭയങ്കര റെസ്റ്റാണ്. വെൻ യു ആർ ഒബേയിങ് ഗാഡ്, യു ആർ ടേക്കിംഗ് റെസ്റ്റ്. അതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ ഞാൻ അൺറെസ്റ്റ് ഉണ്ടാവുകയാണ്. പക്ഷേ ഞാൻ എടുത്ത ഒറ്റ തീരുമാനമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? തീരുമാനമെടുക്കാൻ യേശുവിനെ ഏൽപ്പിച്ച തീരുമാനം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ ഒരു തീരുമാനം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്ത്? തീരുമാനമെടുക്കാനുള്ള അവകാശം ഞാൻ ആരെ ഏൽപ്പിച്ചു? യേശുവിനെ ഏൽപ്പിച്ചു. അതാണ് ഞാൻ എടുത്തിട്ടുള്ള ഒരു തീരുമാനം. ബാക്കിയുള്ള എല്ലാ തീരുമാനം ഇപ്പൊ എടുക്കുന്ന ആരാണ്? യേശുവാണ്. ഐ എം ജസ്റ്റ് ഒബേയിങ്. എന്തൊരു റെസ്റ്റാണ്! എന്തോരും റെസ്റ്റ്! റെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നോക്ക, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും, ഫിസിക്കൽ ആയിട്ടുള്ളത് ഉൾപ്പെടെയുള്ള എന്തുമായിക്കോട്ടെ, ഭാരം ചുമക്കുന്നവർ. അധ്വാനിക്കുന്നവർ മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഭാരം ചുമക്കുന്നവർ. അതാണ് വാസ്തവത്തിൽ ഇന്നത്തെ ഒരു വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് വി ആർ വർക്കിംഗ് ഹാർഡ്. ഓഫ് കോഴ്സ് വർക്കിംഗ് ഹാർഡ്, ഇറ്റ് ഈസ് ഗുഡ്. അതൊരിക്കലും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കം ടു മീ ഓൾ ഹൂ ലേബർ ആൻഡ് ആർ ഹെവി ലെയ്ഡൻ. അവിടെ മോളിൽ വലിയ ഭാരം കിടക്കുന്നു. അതാണ് പ്രശ്നം. ഹൂ ഓൾ ലേബർ ആൻഡ് ഹെവി ലെയ്ഡൻ ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? റെസ്റ്റ് തരും.
അപ്പോൾ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഭാവിയെക്കുറിച്ച് ഭീതിയുള്ളവർ, ഇത് ഭയങ്കര ഭാരമാണ്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യനാണ് സ്വസ്ഥത അനുഭവിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നം, ഈ കാലയളവിൽ ഒരു വലിയ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് നമ്മളുടെ. വാട്ട് വിൽ ഹാപ്പൻ ടുമാറോ എന്നുള്ളതാണ് നമ്മളുടെ മുഴുവൻ പ്രശ്നം. ടുമാറോ എന്നുള്ളതൊന്നും അല്ല, ചിലപ്പോൾ എൻ്റെ അടുത്ത തലമുറയുടെ കാര്യമൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു സേഡ്ജിയുടെ സ്റ്റോറി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. ഒരു ഗുജറാത്തിയാണ്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അയാൾ ഒരിക്കലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ എൻ്റെ ഇപ്പോഴുള്ള സമ്പത്തെല്ലാം കൂടെ കണക്കൂട്ടി നോക്കിയാൽ എൻ്റെ എത്രാമത്തെ തലമുറയ്ക്ക് വരെ ജീവിക്കാനുള്ള സമ്പത്തുണ്ടെന്ന് താനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അവരെത്ര സ്പെൻഡ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്, പ്രോബബിലിറ്റി വെച്ച് നമുക്ക് കണക്ക് കൂട്ടാമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ സമ്പത്ത് എങ്ങനെയുണ്ട്, ഇതിങ്ങനെ പോവുകയാണ്, എൻ്റെ ബിസിനസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ, എൻ്റെ മക്കൾ ആരും ഒന്നും സമ്പാദിച്ചില്ലെങ്കിൽ എൻ്റെ എത്ര തലമുറയ്ക്ക് ജീവിക്കാനുള്ള, അപ്പം എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ കണക്കൂട്ടി നോക്കുകയാണ്. എന്നിട്ട് എൻ്റെ എത്രാമത്തെ തലമുറയ്ക്ക് വരെ ജീവിക്കാനുള്ള സമ്പത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് താനൊന്ന് കണക്കൂട്ടി നോക്കണമെന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഏൽപ്പിച്ചു. അയാളുള്ള സോഫ്റ്റ്വെയർ എല്ലാം ഉപയോഗിച്ച് ഒരു രീതിയിൽ എത്ര മക്കളുണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് വരെ എല്ലാം കണക്ക് കൂട്ടി ഒടുവിൽ സേഡ്ജി പറഞ്ഞു, സേഡ്ജി ഇനി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അങ്ങയുടെ 20ാമത്തെ തലമുറ വരെ ജീവിക്കാനുള്ള സമ്പത്ത് ഇപ്പോൾ ഓൾറെഡി തന്നെ അങ്ങയുടെ കയ്യിൽ ഉണ്ട്. സേഡ്ജി ഒരൊറ്റ കരച്ചില്, ഇടോ അപ്പൊ എൻ്റെ 21ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കണമെന്ന്? 20 തലമുറ ജീവിക്കാനുള്ളതെല്ലാം ഉണ്ട്, പക്ഷെ എൻ്റെ 21ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കും? ഇതാണ് നമ്മുടെ പ്രശ്നം. അല്ലാതെ നാളെ എന്ത് കിട്ടുമെന്നോ ഉടുക്കുമെന്നോ കഴിക്കുമെന്നോ ഒന്നും അല്ല ഇപ്പോഴത്തെ ആളുകളുടെ. അതൊക്കെയായിരുന്നു യേശുവിന്റെ കാലത്തെ ആളുകളുടെ വലിയ ഭാരം എന്ന് പറയുന്നത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഇന്ന് അതൊന്നും അല്ല വിചാരം. എൻ്റെ 21ാമത്തെ തലമുറ എങ്ങനെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സമ്പാദിച്ചു വെക്കുന്നത്. പിന്നെ എങ്ങനെ ഭാരം മാറുന്നത്? അതിനകത്ത് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തോരം ഭാരമാണ്, ഇല്ലേ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, അങ്ങനെ തന്നെ തനിക്കുള്ളതൊക്കെയും വിട്ടുപിടിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുണമുണ്ടല്ലോ, പോകാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ നല്ലൊരു കാര്യമാണ്, റെസ്റ്റ് എടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, മനസ്സിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള ഏറ്റവും നല്ല മാർഗം ആർക്കും ഒന്നും കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. വല്ലവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലയോ നമുക്ക് ഉറക്കം വരാത്തത്. ഭയങ്കര കഷ്ടമായി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ. ഇതാണ് വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞത്, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് എന്ത് നൽകും? ആശ്വാസം നൽകും. നിങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകത്തില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുത്തോളാം. അതാണ് കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ താഴെ പറയാണ്, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. എന്താ അതിൻ്റെ അർത്ഥം? റെസ്റ്റ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിലല്ല, റെസ്റ്റ് എന്ന് പറയുന്നത് യേശുവിന്റെ നുകത്തിൻ കീഴിലാണെന്നാണ്. യു അണ്ടർസ്റ്റാൻഡ്? ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അറിയത്തുള്ളൂ. വിശ്രമം എന്ന് പറയുന്നത് എവിടെയല്ല, സ്വാതന്ത്ര്യത്തിലല്ല. വിശ്രമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസ്റ്റ് എന്ന ആശ്വാസം എന്ന് പറയുന്നത് എനിക്ക് എന്തും തീരുമാനിക്കാനുള്ള എൻ്റെ എബിലിറ്റിയിലല്ല. ആശ്വാസം എന്ന് പറയുന്നത് എന്താണ്? യേശുവിൻ്റെ നുകത്തിൻ കീഴിലേക്ക് കയറിയിരിക്കുന്നതാണ്. അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനല്ല, തീരുമാനമെടുക്കുന്ന ആരാണ്? യേശുവാണ്. അതൊരു ഭയങ്കര ആശ്വാസമാണ്, ഭയങ്കര ആശ്വാസം. അവ കരയുന്നവർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ ദുഃഖിക്കുമ്പോഴാണ്, കരയുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളെ നയിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുവാൻ യേശു അടുത്ത് വരുന്നത്. നിങ്ങളുടെ പാപങ്ങളുടെ ഭീകരതയോർത്ത് അലറിക്കരഞ്ഞ് കർത്താവിന്റെ സന്നിധി നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ വിമോചകനായി മാത്രമല്ല, നിങ്ങളുടെ കർത്താവായി, നിങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നവനായി, കർത്തൃത്വം നടത്തുന്നവനായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയും പിന്നീട് തീരുമാനമെടുക്കേണ്ട ഒരു ഗതികേട് നമുക്കില്ലാത്ത നിലയിൽ ആത്മാവിൽ അവൻ നമ്മളെ നയിക്കുകയും ചെയ്യുന്നതായ ഒരു സ്റ്റേജ്. ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ആശ്വാസം. കരയുന്നവന് ഭാഗ്യവാന്മാർ, അവന് ആശ്വാസം ലഭിക്കും. ദാവീദ് കരഞ്ഞപ്പോൾ, ഹൃദയ തകർച്ചയോടെ ദാവീദ് കരഞ്ഞപ്പോൾ അവന് ആശ്വാസം ലഭിക്കുകയാണ്. അവന്റെ പാപങ്ങളിൽ നിന്ന് അവന് മോചനം കിട്ടി. പാപത്തിൽ അവൻ ജീവിച്ചപ്പോൾ അവൻ ഒരിക്കലും ആശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് പറയാണ്, എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കിത്തരണമേ. മേക്ക് എ റൈറ്റ് സ്പിരിറ്റ് വിത്തിൻ മീ. നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ.
കാസ്റ്റ് മീ നോട്ട് ഫ്രം ദൈ പ്രസൻസ് ഓഫ് ഗാഡ്. നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. എൻ്റെ ഒരു വില്ലിംഗ് സ്പിരിറ്റ്, എനിക്ക് എപ്പോഴും മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനെ എനിക്ക് തരണമേ. മനസ്സൊരുക്കമുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരണത്തിന് വേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ആത്മാവിനെ എനിക്ക് തരണമേ. ശരിക്കും എന്താ ദാവീദിന്റെ ജീവിതത്തിൽ പറ്റിയത്? ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശ്രദ്ധിക്കാതെ സ്വന്തം വില്ലിനെ അവൻ ഉപയോഗിച്ചത് കൊണ്ടാണ് അവൻ പാപത്തിൽ വീണു പോകുന്നത്. നമ്മളൊക്കെ പാപത്തിൽ വീണു പോകുന്നതിന്റെ കാര്യം എന്താണ്? വെൻ വി ട്രൈ ടു ടേക്ക് ഡിസിഷൻ ourselves, സ്വന്തമായി തീരുമാനമെടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പാപത്തിൽ വീഴുന്നതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എപ്പോഴാണ് നമ്മൾ പാപത്തിൽ വീഴുന്നത്? സ്വന്തമായി തീരുമാനമെടുക്കുമ്പോൾ. ഞാൻ തീരുമാനമെടുക്കാൻ ദൈവത്തെ ഏൽപ്പിച്ചാൽ, യേശുവിനെ ഫലമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? പാപത്തിൽ വീണു പോകുന്നില്ല. ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതുകൊണ്ട് ഈ ബിയാറ്റിറ്റ്യൂഡ്സിന്റെ ഈ ഭാഗം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്ത്? അധ്വാനിക്കുന്ന, ഭാരം ചുമക്കുന്ന, അല്ലെങ്കിൽ കരയുന്ന ആളുകൾ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് ചെയ്യും? എന്ത് ലഭിക്കും? ആശ്വാസം ലഭിക്കും. പത്രോസ് കരഞ്ഞപ്പോൾ അവൻ ആശ്വാസം, ജീസസ് കെയിം ടു ഹിം ആൻഡ് ഹി വാസ് കംഫർട്ടിങ് ഹിം. ഞാൻ പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കോ, കുഴപ്പമില്ല എന്നല്ല പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണ്? നീ ഇന്നലെ വരെ പാപത്തിന്റെ അടിമയായിരുന്നു, പക്ഷെ ഇനി മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നീ എന്താ ചെയ്യേണ്ടതെന്ന് ആര് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്? ഞാൻ തീരുമാനിക്കും. അതാണ് യോക്ക്, അതാണ് നുകം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. പത്രോസ് കരഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിനെ ഫ്രീ ആയിട്ട് വിടുകയല്ല. പത്രോസ് കരഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിന് പറഞ്ഞു, കമോൺ, നീ എന്റെ യോക്കിന്റെ കീഴിലേക്ക് വാ. നൗ ഓൺവേർഡ്സ് ഐ വിൽ ഡിസൈഡ് വാട്ട് യു നീഡ് ടു ഡു. നീ എന്ത് ചെയ്യണം എന്നുള്ളത് ഇനി മുതൽ ഞാൻ തീരുമാനിക്കും. പത്രോസ് പടകും വലയും എല്ലാം വിട്ടേച്ച് സന്തോഷത്തോടു കൂടെ യേശുവിന്റെ പിന്നാലെ പോകുക. കാര്യം അവന് ഭയങ്കര റെസ്റ്റായി. കാര്യം ഇനിയിപ്പം തീരുമാനം എടുക്കണ്ടല്ലോ. കാര്യം ആര് തീരുമാനം എടുത്തോളും? യേശു തീരുമാനം എടുത്തോളും. പ്രിയമുള്ളവരെ, അതാ വാസ്തവത്തിൽ റെസ്റ്റ് എന്ന് പറയുന്നത്. തീരുമാനമെടുക്കാൻ യേശുവിന് വിട്ടുകൊടുക്കുന്നതായ ഒരു അവസ്ഥ. അവന്റെ മുഖത്തിൽ കയറിയിരിക്കുമ്പോഴാണ് നമ്മൾ ടെൻഷൻ ഇല്ലാതാകുന്നത്. അവൻ നടക്കുന്നതിലെ നമ്മൾ ഇനി അങ്ങ് നടന്നാൽ മതി, അവൻ പോകുന്നതിലെ പോയാൽ മതി, അവൻ പറയുന്നത് ചെയ്താൽ മതി, അവനെ അനുസരിച്ചാൽ മതി. ഇത് റെസ്റ്റാണ്. എന്നാൽ ഈ റെസ്റ്റിന്റെ മറ്റൊരു തലത്തിലേക്ക് വരുന്നതാണ് റോമാലേഖനത്തിൽ നമ്മൾ കണ്ടത്. എന്താണ്? ഒരു ഫ്യൂച്ചർ റെസ്റ്റ്. തേജസ്സിന്റെ അവസ്ഥയിൽ ഇപ്പോൾ എന്താണ്? നമ്മൾ അവനോട് കൂടെ കഷ്ടം അനുഭവിക്കുകയാണ്. അത് തന്നെ റെസ്റ്റാണ്. നമ്മൾ അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുമ്പോൾ നുഖത്തിന്റെ ഒരു സൈഡ്, നുഖത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ നുഖം എന്ന് കർത്താവ് പറയുമ്പോൾ ഞാൻ പൂട്ടുന്ന നുഖം എന്നുള്ള അർത്ഥത്തിലല്ല കർത്താവ് ഉപയോഗിക്കുന്നത്. യോക്കിന്റെ ഒരു പ്രത്യേകത, അതിന് രണ്ട് സൈഡുണ്ട്. യോക്ക് ഈസ് ഓൾവേസ് ജോയിനിങ് ടു ഓക്സൻ. രണ്ട് കാളകളെയാണ് ചേർക്കുന്നത്. കർത്താവ് എന്റെ യോക്ക് എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത്, ഓക്കെ, ഇതാ ഞാൻ യോക്കിന്റെ ഒരു സൈഡിലുണ്ട്, മറ്റേ സൈഡിൽ നിന്റെ തല വെക്കാനാ പറയുന്നത്. അല്ലാതെ ഞാൻ നിന്നെ പൂട്ടുമെന്നല്ല. എന്താണ് പറയുന്നത്? ഇനി നീ ഒരു സൈഡിൽ, ഞാനും ഒരു സൈഡിൽ. അതാണ് വാസ്തവത്തിൽ അവന്റെ യോക്ക്. മൃദുവാണ്, ആശ്വാസമാണ്, ലഘുവാണ്. അവൻ മുകളിൽ വെച്ച് അമർത്തുകയല്ല, നമ്മളെ അടിമപ്പണി ചെയ്യിക്കുകയല്ല. എന്താണ്? നമ്മോട് ചേർന്ന് ഭാരം വഹിക്കുകയാണ്, നമ്മോട് ചേർന്ന് നമ്മളെ നയിക്കുകയാണ്. പക്ഷെ ഈ യോക്കിന്റെ ഒരു ഗുണം, എങ്ങനെയാണ് നമ്മൾ മെരുക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ ടൈംലെസ് ആയിട്ടുള്ള ഒരു കാളയെയും ടൈംഡ് ആയിട്ടുള്ള ഒരു കാളയെ ഒരുമിച്ചാണ് പൂട്ടുന്നത്. അല്ലാതെ രണ്ടും ടൈംലെസ് ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ്, മെരുക്കമുള്ള കാളയായ യേശു ഒരു സൈഡിലും മെരുക്കമില്ലാത്ത കാളയായ എന്നെ ഇങ്ങനെ സൈഡിലും പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടതുവശത്ത് കാണുന്ന, ഞാൻ ഇടതുവശത്ത് നിൽക്കുകയാണെന്ന് വെച്ചോ, ഇടതുവശത്ത് കാണുന്ന പുല്ല് തിന്നണമെന്നും അത് തിന്നണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ പോകാൻ പറ്റിയല്ല. കാര്യം ഐ എം യോക്ക്ഡ് വിത്ത് ദി അതർ ഓക്സ്. മറ്റേ കാളയുമായിട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? യോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. മറ്റേ കാള കൊണ്ടുപോകുന്നതിലൂടെ തന്നെ പോയാലേ എനിക്ക് പറ്റുകയുള്ളൂ. എനിക്ക് ഡിസിഷൻ ഒന്നും എടുക്കണ്ട, എനിക്കങ്ങ് പോയാൽ മതി, കൂടെ പോയാൽ മതി, ഒരുമിച്ച് പോയാൽ മതി. അവനോട് കൂടെ കഷ്ടം അനുഭവിക്കുകയാണ്. പക്ഷേ ഇത് ഒരു ഫോർട്ടേസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന റെസ്റ്റ് മാത്രമാണ്. ദൈവത്തോട് കൂടെ, യേശുവിനോട് കൂടെ ഇവിടെ ഭൂമിയിൽ വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന
ഒരു ഫോട്ടോസ് എന്ന് പറയുന്നതാണ് വരാൻ അലുവായുടെ ചെറിയ കഷ്ണം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പക്ഷെ വേറൊരു വലിയ കഷ്ണം വരുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവനോട് കൂടെ യുഗായുഗങ്ങൾ വാഴുന്ന ഒരു ഫ്യൂച്ചർ റെസ്റ്റ് നമുക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ മറ്റും നമ്മൾ കാണുന്നതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ ഇറങ്ങി വന്ന് നമുക്ക് റെസ്റ്റ് നൽകും. നമ്മുടെ കണ്ണിലെ കണ്ണീരെല്ലാം അവൻ തുടച്ചു കളയും. മനുഷ്യൻ യാതൊരു രീതിയിലും ഉള്ള ഒരു പ്രതിസന്ധിയില്ലാത്ത ഒരു ലൈഫ്.